ഖുതുബിയത്തിലെ ദുആയിൽ തന്നെയുള്ള എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹഖ്ഖാ. ഇതെങ്ങനെ ശിർക്കാകുന്നത്? ബിസ്മില്ലാ അൽഹംദുലില്ലാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം ഖുതുബിയത്തിൽ എവിടെയാണ് ഷിർക്ക് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹഖ്ഖാ എന്നാണ് അതിൽ ദുആയിലുള്ളത്. അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ് അതിലെവിടെയാണ് ഷിർക്ക്. ആദ്യമായിട്ട് ഈ ഖുതുബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള സദഖത്തുല്ലാഹി ഖാദിരി എന്നുള്ളൊരു മനുഷ്യൻ 1040 ജനിച്ച അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഈ ഖുതുബിയത്ത് എഴുതിയിട്ടുള്ള. 1040 വരെയുള്ള ഒരു മുസ്ലിങ്ങൾക്കും ഈ ഒരു ആചാരം പരിചയമില്ല. സഹാബത്തിനോ താബീങ്ങൾക്കോ അത്ബാ താബീങ്ങൾക്കോ നാലിലൊരു മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കോ ഹിജ്റ 1000 വരെയുള്ള ഒരു മുസ്ലിമിനും പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇത്, ഈ ഖുതുബിയത്ത് എന്നുള്ളത്. ഇതാണ് ഇവർ പ്രാധാന്യപൂർവ്വം പള്ളിയിൽ വെച്ചിട്ട് ഇവർ വായിക്കുന്നുള്ളത്. ഈ ഇതിലുള്ള വരികളാണെങ്കിൽ എവിടെയാണ് ഷിർക്കുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഷിർക്കുള്ള വരികളൊക്കെ കൃത്യമായിട്ട് നൗഷാദ് ഹസനി വിവരിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഷെയ്ഖ് ജീലാനി ഒരു പേരിലാണ് ഇവർ ഈ കാട്ടിക്കൂട്ടൽ നടത്തുന്നത്. എന്നാൽ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ള ഇതിപ്പോ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഫുതൂർ റബ്ബാനിയിലെ 38ാമത്തെ അധ്യായം അദ്ദേഹത്തിന്റെ പേജ് നമ്പർ 155 ഒരു വരി ഞാൻ വായിക്കാം. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ എങ്ങനെയാണ് പറയുക? വഫീ ഖൽബുക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുകയാണ്. കുല്ല ഷൈഇൻ, എല്ലാം തന്നെ തഹ്തമിദു അലൈഹി വതഷ്ഖാ ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക, അള്ളാഹുവിന് പുറമെ ഇവിടെ അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗത്തിന്റെ ഒരു പദം എന്ന് പറഞ്ഞാൽ വതുഷ്ഖ എന്നാണ്. അഥവാ ലാക്ക അഷ്കൂ ഫി ഇയാ എന്ന് പറഞ്ഞിട്ട് ഇവർ മങ്കൂസ് മൊയ്ലതിൽ പാടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂസഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അഷ്കു, എൻ്റെ വ്യവസനവും വേവലാതിയും ഞാൻ റബ്ബിനോട് മാത്രമേ പറയുകയുള്ളൂ. അതേ പദമാണ് ഇദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ നീ ആരെയെല്ലാം അവലംബിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ പറയുന്നുണ്ടോ, അവരെല്ലാം നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസമറിച്ച വിഗ്രഹങ്ങളാണ്. അങ്ങനെ നീ കൽബിൽ ഒരുപാട് വിഗ്രഹങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? നിന്റെ കൽബിൽ ഷിർക്കുണ്ട്. അതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ഷെയ്ഖ് ജീലാനി ചോദിക്കുന്നുള്ളത്. മരിച്ചുപോയ ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്ന ഈ ഖുതുബിയത്ത്, ഇതിലുള്ള വരികൾ മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പദങ്ങളാണുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കോട്ടപ്പുറം സംവാദത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ആയത്തോതിയ മനുഷ്യനാണ്. ആയത്ത് ഇവിടെ ഇതിൽ പ്രാർത്ഥനയുണ്ട്, അഥവാ ഇസ്തിഗാസ ഉണ്ട്, സഹായത്തെട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പേരോടിന് ആ ആയത്ത് ഓതാൻ പറ്റുന്നില്ല. ഇനി സമസ്തക്കാർ എത്രമാത്രം ആയത്തുകളെ പരിശുദ്ധ ഖുർആനിൽ ദുർവ്യാഖ്യാനിച്ചിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇസ്തിഗാസ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകൾ എന്നുള്ള ഈ പുസ്തകത്തിൽ നോക്കിയാൽ സമസ്തക്കാര് പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പേരോടിന് അതുപോലും ആ ഖുതുബിയത്തിന്റെ അകത്തുള്ളത് പോലും പറയാൻ പറ്റുന്നില്ല. എന്നാൽ നൗഷാദ് ഹസനി കൃത്യമായി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ഖുതുബിയത്ത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം ദുആയിൽ അള്ളഹാനോട് മാത്രാന്ന് പറഞ്ഞു. ആ ദുആ ഖസീദത്തുൽ ഖുതുബിയത്തിൽ പെട്ടതല്ല എന്ന് ബാവുസ്താവൊക്കെ നിങ്ങൾ തന്നെ മുഷാവറങ്ങായിരുന്നല്ലോ മുമ്പിൽ. അവ പോയിട്ടോ അത് ഖസീദത്തുൽ ഖുതുബിയത്തല്ല. രണ്ടാമത്തേത് ഏതാ അയാൾ ചൊല്ലിയത്? ഈ ബൈത്തിനെ കുറിച്ച് ബാവുസ്താവ് പറയാണ്. എന്താ പറഞ്ഞത്? ഈ ബൈത്ത് കൊണ്ടാണ് അതാ ഖബല ശുറൂഇ ഫിൽ ഖസീദത്തിൽ ഖുതുബിയ്യ, ഖുതുബിയത്തിൽ കടക്കുന്നതിന് മുമ്പ് ഈ ബൈത്ത് കൊണ്ടാ തുടങ്ങുക. ബിഹാദൈനിൽ ബൈത്തൈൻ വലൈസാ മിൻഹാ, ഈ രണ്ട് ബൈത്തും ഖുതുബിയത്തിൽ പെട്ടതല്ല. ഖുതുബിയത്ത് വിശദീകരിക്കുമ്പോൾ മർമ്മം വിശദീകരിക്കണം. കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? നിക്കാഹാണ്. കല്യാണം ബൈത്തൊക്കെ കഴിഞ്ഞ് മുമ്പ് ദുആയിലെത്തി ഒറ്റ ചാട്ടം അങ്ങോട്ട്. ഏത് ഇന്നപുത്തകത്ത് കഴിഞ്ഞിട്ട് പിന്നെ ദുആയിലേക്കാ ചാട്ടം. എന്നാ ദുആനെ കുറിച്ച് ബാബുസ്താവ് പറയാണ് തഖദ്ദമ അന്ന ദുആ ലൈസ ലി സ്വാഹിബിൽ ഖസീദ, ഈ ദുആവും സദഖത്തുല്ലാഹിൽ കാഹിരി രചിച്ചതല്ല, ബൽ ലി സ്വാഹിബിൽ മുഖദ്ദിമ. അത് നേരത്തെ ഇലാഹ ഹദറത്തിയാർന്ന് പറഞ്ഞല്ലോ, അതേ മഹാനാണ് പിന്നീട് ചേർത്ത് കൊടുത്തത് ദുആന്റെ കാര്യം. ഖുതുബിയത്തിൽ പെടാത്ത ആദ്യത്തെ ദുആവും പിന്നീടുള്ള ഇന്നബുത്തഹത്തും അവസാനത്തെ ദുആവും താങ്കൾ വിശദീകരിച്ചു. ഖുതുബിയത്ത് തുടങ്ങുന്നത് എവിടുന്ന? അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ എന്നുള്ള ബൈത്ത് മുതൽ. ആ ബൈത്ത് മുതൽ ഇങ്ങനെ ചൊല്ലിപ്പോന്ന അതിന്റെ ആദ്യം തന്നെ പറയുന്നത് എന്താ? യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം ബഗൈസഹുമാ. ഇവിടെ മുതൽ പറയാണ് ആകാശഭൂമികളുടെ ഖുതുബായ ശൈഖവറുകളെ, യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദഅ മുഹിയദ്ദീനി. മുഹിയദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ടുള്ള വിളിയാണ് ഞാൻ പറയുന്നത്. ഈ അൽഹംദു തൊട്ടുള്ള എത്ര വരികൾ ഇത് കുൻതലിൽ ഖാദിരി മുഖ്താരി അബ്ദൻ നത്വാർ അൽതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തത്വാർ ഫഅൻത മുഖ്തദിറുൻ ഫീ ഖൽഖിഹി വമുതാർ അൻതൽ വകീലു ലഹു യാ മുഹിയദ്ദീൻ. ഒന്നും ചൊല്ലില്ല, ഒറ്റ ബൈത്തും ചൊല്ലില്ല. ചൊല്ലില്ലാന്ന് മാത്രമല്ല ഒറ്റ വരി മുഹിയദ്ദീൻ ശൈഖ് കൊണ്ട് തവസ്സലാക്കുന്ന ചിലത് മുതലുണ്ട്. ഔ എന്തൊരു സ്പീഡാ വെക്ക്. വെല്ലുവിളിക്കുന്നു ഞാൻ
സാക്ഷാൽ പേരോട് സഖാഫിയെ, ഇന്റർനാഷണൽ ദാഴിയെ ധൈര്യമുണ്ടോ ഖുതുബിയത്തിന്റെ വരികളിൽ നേർക്ക് നേരെ ഓസുല്ലാദമിനോട് തേടുന്ന ബസ്സിർ ഫുആദി സിറാ ഫന്നന്ത സാലികുഹു, ഓസുല്ലാദമേ നിങ്ങൾ കടന്ന ഹിദായത്തിന്റെ വഴിയിൽ എന്നെയും കടത്തേണമേ, വനജ്ജിനീ മിൻ ലദാ അലൈ വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു, എല്ലാ നാശങ്ങളുമുള്ള നരകത്തിൽ നിന്ന് എനിക്ക് കാവൽ നൽകണേ എന്ന് നേർക്കുനേരെ പറയുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഒറിജിനൽ വരിയെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഞങ്ങളുടേതാണത്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? കൃത്യമായിട്ട് കേട്ടല്ലോ സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു തആലയോടല്ല മുഹദ്ദിസ് ശൈഖ് റഹിമഹുള്ളാഹയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരികളാണ് ഈ ഖുതുബിയത്തിലുള്ളത്. അതേപോലെ തന്നെ അതിൽ വേറൊരു വരി എന്താണെന്ന് അറിയാം? ആകാശഭൂമി നിവാസികളുടെ ഖുതുബും കേന്ദ്രബിന്ദുവും ഗൗസുമായവരെ, വാനലോകത്തും ഭൂമിയിലുള്ളവർക്കും ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനൂറുകളെ. അപ്പൊ ഇവിടെ ഭൂമിയിലേക്ക് ആവശ്യമുള്ള വെള്ളം മഴയായി വർഷിപ്പിക്കുകയും സസ്യജലാദികൾക്ക് ആവശ്യമുള്ള രൂപത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വെള്ളവും ഒഴുക്കി നൽകുന്നവൻ ആര്? മുഹദ്ദിസ് ശൈഖ് റഹിമഹുല്ലാ. പരിശുദ്ധ ഖുർആനിൽ മക്ക മുശ്രിക്കുകളോട് അവർ സമ്മതിച്ച ഒരു കാര്യമാണ്. സൂറത്തുൽ അൻകബൂത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, ഭൂമി നിർജീവമായതിനു ശേഷം മുളപ്പിച്ചു കൊണ്ടുവരുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. എന്നാൽ ഈ സമസ്തക്കാരെ ഖുതുബിയത്തിലൂടെ ആർക്കാണ് ഈ അവകാശം വെച്ചു കൊടുക്കുന്നുള്ളത്? അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം ആർക്കാണ് വെച്ചു കൊടുക്കുന്നുള്ളത്? ഈ മുഹദ്ദിസ് ശൈഖ് റഹിമഹുള്ളാഹിക്ക്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ടോ ഇത്? ഇല്ല. അദ്ദേഹം തൗഹീദിന്റെ വക്താവായിരുന്നു. എന്നാൽ സമസ്തക്കാര് പിൽക്കാലത്ത് സദഖത്തുല്ലാഹ് ഖാഹിരി എന്നുള്ള കായൽപട്ടണക്കാരൻ, ഒരു തമിഴൻ എഴുതി വെച്ച ഈ വിറുതുകളാണ് പാതിരാത്രികളിൽ പള്ളികളിൽ ഇരുന്നിട്ട്. ഫജർ നമസ്കാരത്തിന് ഒരു ലൈൻ ഉണ്ടാവില്ല പലപ്പോഴും പല പള്ളികളിലും. എന്നാൽ ഖുതുബിയത്ത് നടക്കുന്ന രാത്രികൾ നോക്കൂ, പള്ളി നിറച്ചു ആളുകളാണ്, തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നാളെ പരലോക കോടതിയുണ്ട്, റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം. നാളെ മറുപടി പറയേണ്ടി വരും. അവിടെ നിങ്ങൾ ആരൊക്കെയോ സഹായത്തിന് വിളിച്ചിരുന്നു, അവരെല്ലാം കഴിയുന്നൊരവസ്ഥ. റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ, റബ്ബിന് മാത്രം കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം അബദ്ധത്തിലേക്കാണ് നിങ്ങൾ പോകുന്നുള്ളത് ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. അതുപോലെ തന്നെ ഈ ഖുതുബിയത്ത് നടത്താൻ ഇവര് കുറെ നിബന്ധനകൾ പറയുന്നുണ്ട്. ശുദ്ധിയുള്ള ഒഴിഞ്ഞ സ്ഥലം, ഹൃദയ സാന്നിധ്യം, തൂങ്ങിയ ഉറക്കവും ഒഴിവാക്കുക, നജസിനെ തൊട്ട് ശുദ്ധിയാവുക, മലമൂത്ര വിസർജനത്തെ മുട്ടിക്കൊണ്ടാവാതിരിക്കുക, കിബിലയിലേക്ക് മുന്നിടുക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പദമാവുക തുടങ്ങിയ പാലിച്ചാൽ ഷെയ്ഖ് ഉദനെ ഉത്തരം നൽകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ എഴുതി വെച്ചതാണ്, അവരുടെ ഖുതുബിയത്തിന്റെ പരിഭാഷകളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇവർ ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്നുള്ളത്. ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങും. ഈ സമസ്ത എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരുപാട് അകന്നുപോയ ഒരു സംഘടനയാണ്, ഒരു കൂട്ടമാണ്. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.